പാടിയതാരാണ്? അല്ല, ചോദ്യം ഇതാണ്. അല്ലിയാമ്പൽ കടവിൽ എത്രത്തോളമായിരുന്നു വെള്ളം? അത് അതിന്റെ ലെവലാണ് പറയുന്നത്. മുട്ടിന് മുകളിൽ, അരയ്ക്ക് മുകളിൽ, തലയ്ക്ക് മുകളിൽ. ഈശ്വര വരണ്ടായിരുന്നു. വെള്ളത്തിന്റെ ലെവൽ പറഞ്ഞാൽ മതി കേട്ടോ. ഇപ്പൊ എനിക്ക് തോന്നുന്നു സാർ പറഞ്ഞ 3 ഉത്തരം കറക്റ്റാ. എന്താ? അതായത് ഈ പറഞ്ഞ വെള്ളത്തിൽ അമിതാഭ് ബച്ചൻ ഇറങ്ങി നിന്ന അയാളുടെ മുട്ട് വരെ ഉണ്ടാവും, ഞാൻ ഇറങ്ങി എന്റെ അര വരെ ഉണ്ടാവും. ഞങ്ങൾ രണ്ടുപേരും ഉണ്ടപ്പക്രനെ എടുത്തിട്ട് അത് മൂടി പോവും. ഉത്തരം പറയാൻ അത് വളരെ മനോഹരമായിട്ട് ഉത്തരം പറഞ്ഞിരിക്കുന്ന ഒരു 2.50 സമ്മാനമായിട്ട് ലഭിക്കും. ഇനിയിപ്പോ അടുത്ത പാർട്ടിസിപ്പന്റിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. മറ്റാരുമല്ല, കെന്റിൽ നിന്ന് തന്നെയുള്ള കാതിർക്ക. വെൽക്കം മിസ്റ്റർ കാതിർക്ക. കയ്യടിയോടുകൂടി അദ്ദേഹത്തിനെ സ്വീകരിക്കാം. നമസ്കാരം. ഇപ്പുറത്തേക്ക് വാ. ഇടത്തുനിന്നല്ലേ തുടങ്ങേണ്ടത് നമുക്ക്? കാതിരിക്ക. അപ്പൊ സെറാ സരിഗമ പതിനിശയിലേക്ക് ആർദ്രവുമായ സ്വാഗതം. നമ്മുടെ സരിഗമ തുടങ്ങുമോ? വരുന്ന പാർട്ടിസിപ്പൻസിനെ കൊണ്ട് ആദ്യമായിട്ട് ഞാൻ പാട്ട് പഠിക്കാറുണ്ട്. അപ്പൊ ഇക്കയുടെ ഒരു പാട്ടോട് കൂടി നമുക്ക് തുടങ്ങാം അല്ലേ? ആയിക്കോട്ടെ. അപ്പൊ തുടങ്ങിക്കോളൂ. ഞാൻ നമ്മുടെ മോഹൻലാലിന്റെ ഒരു പടത്തിലത്തെ. ഏത് പാട്ടാണ്? നമ്മുടെ ഈ അഗ്നിദേവൻ എന്നുള്ള പടത്തില് മൂപ്പര് അമ്മൂമ്മ എഴുതിയിട്ടുള്ള ഒരു പാട്ട് പാടുന്നുണ്ടല്ലോ. അഗ്നിദേവൻ അല്ലേ? എന്തും ദൈവത്തിൽ നിന്ന് തുടങ്ങുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പൊ പാടാം. കച്ചിലല്ല, കയ്യിലേന്തി. അതന്നെ, കച്ചിലേന്തി കയ്യിലേന്തി. മനസ്സിലായി. അതിലേന്തി അഗ്നിയെ സ്ഫുടം ചെയ്തെടുത്ത മനസ്സാ സംഘമൂളി. സംഘല്ല, ശംഖ്. അതെ, സംഘമൂളി, ശംഖ്. അത് മൂളി ഇത്തിരി സ്നേഹത്തിൻ വിസാപാത്രം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ പാട്ട്. അങ്ങനെ ഇക്കൊക്കെ ഒരു പ്രശ്നമുണ്ട്. പാട്ട് പാടാൻ കുറച്ച് ബുദ്ധിമുട്ടാ. കാരണം പാട്ട് പാടുന്നവർക്ക് ആദ്യം വേണ്ടത് എന്താന്ന് വെച്ചാല് അക്ഷര സ്ഫുടതയാണ്. അക്ഷരസ്ഫുടത ഭയങ്കര കുറവായി കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാ, നമ്മുടെ AR റഹ്മാൻ സംഗീത സംവിധാനം ചെയ്ത ഒട്ടകത്തെ ഒരു ഗാനം, അതൊന്ന് കേൾക്കാം അല്ലേ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടപ്പോ ഈ പറഞ്ഞു ഒട്ടകത്തെയാണ്. ഒട്ടകത്തെ നമുക്ക് കേൾക്കാം. ഓക്കെ. അറിയില്ലേ? AR റഹ്മാൻ. ഞാൻ ആ പാട്ട് ഓർക്കസ്ട്ര പ്ലീസ്. 1 2 3 1 2 3. അയ്യോ, ഒട്ടകങ്ങൾ വരി വരി വരിയായി കരക്ക മരങ്ങൾ നിര നിര നിര. ഇങ്ങനെയല്ല. ഒരു മിനിറ്റ്, ഇത് ഏത് ഒട്ടകമാണ് പാടിയത്? എന്ത്? ഞാൻ ഉദ്ദേശിച്ചത് തമിഴിലെ ഒട്ടകത്തെയാണ്. തമിഴിലെ ഒട്ടകത്തെ. എന്താ ഈ പറഞ്ഞത്? തമിഴിലും മലയാളത്തിലൊക്കെ ഒട്ടകം തന്നെയല്ലേ? എന്റെ പേരെന്താ? എന്റെ പേര് ചിരിക്കുട്ടൻ. തമിഴില ചിരിക്കുട്ടൻ, മലയാളത്തില ചിരിക്കുട്ടൻ. അതേമാതിരി തന്നെ ഒട്ടകത്തിനും അതിനും വ്യത്യാസമൊന്നുമില്ല. വ്യത്യാസമൊന്നുമില്ലേ? അപ്പൊ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. അപ്പൊ മത്സരത്തിലെ നിയമങ്ങൾ നിങ്ങൾക്കറിയാലോ.